മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധവും തെരുവുനായയും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടിലായി. പിറവന്തൂർ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ മാക്കുളത്താണ് സംഭവം. ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാനും ക്യാമറയും സ്ഥാപിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനവും നടപ്പിലാക്കിയിട്ടില്ല. മാക്കുളം തോട്ടം മേഖലയിലെ മാലിന്യം തള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരവധി തവണ തദ്ദേശ വകുപ്പുകളും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ പരാതികൾ കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ അനുകൂലമായ ഒരു നടപടിയും ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഈ റോഡിൻ്റെ കിലോമീറ്ററോളം ദൂരത്തിൽ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും മധ്യഭാഗത്തുമായിട്ട് ലോഡ് കണക്കിന് മാലിന്യമാണ് രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തുന്നവർ ഇവിടെ തള്ളിയിട്ട് പോകുന്നത്. തെരുവ് നായ്ക്കളും പന്നിയുടെ ശല്യം കൊണ്ട് കാൽനടയാത്രയും ബൈക്കിൽ സഞ്ചരിക്കുന്നവർക്കും ഒക്കെ വളരെ വളരെ പ്രശ്നങ്ങളാണ്. നിരവധി തവണ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ആൾക്കാരെ പന്നി കുറുകെ ചാടി തള്ളിയിട്ട് കയ്യും കാലും ഒടിഞ്ഞവരൊക്കെ ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. ഓണം കഴിഞ്ഞതോടെ പിറവന്തൂർ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ മാക്കുളത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ എത്തിച്ചാണ് മാലിന്യം തള്ളുന്നത്. മാക്കുളം, കമുകഞ്ചേരി, പിറവന്തൂർ റോഡിൽ പല സ്ഥലങ്ങളിലായാണ് മാലിന്യം തള്ളുന്നത്. മാക്കുളം, പാവുമ്പ, പിറവന്തൂർ പാതയിൽ കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡ് വശത്ത് അറവ് മാലിന്യങ്ങളും കോഴി വേസ്റ്റും ഹോട്ടൽ മാലിന്യങ്ങളും ഉൾപ്പെടെ ചാക്കുകെട്ടുകളിലും കവറുകളിലും കെട്ടിയാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഇവിടെ ആവശ്യം പോലെ ഇവിടെ വണ്ടിക്കണക്കിന് കൊണ്ട് തള്ളുമല്ലോ, ഇഷ്ടം പോലെ. ഇത് നടക്കാൻ വാഹനക്കാർക്കോ ഇല്ലെങ്കിൽ യാത്രക്കാർക്കോ എന്തൊക്കെയാണ് കൊണ്ടിരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. വാടകാരൻ ഭയങ്കര വാടകമാണോ, കാരണം ഇവിടെ നടക്കാനേ ഒക്കത്തില്ല, അത്ര ഭയങ്കര ഇതില്ല. കാട്ടുപന്നിയുടെയും തെരുവുനായ്ക്കളുടെയും ശല്യം കാരണം കുട്ടികളടക്കം കാൽനട യാത്രയും ബുദ്ധിമുട്ടാണ്. പന്നിയുടെയും നായയുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി പേരുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് ബോർഡ് വെച്ചതല്ലാതെ ക്യാമറയോ മാലിന്യ പ്ലാന്റോ സ്ഥാപിക്കാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. ഇവിടെ പ്രധാനമായിട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ക്യാമറ സ്ഥാപിച്ച് ഇതിന് പരിഹാരം ഉണ്ടാവണം. അത് അല്ലാത്ത പക്ഷം പോലീസിന്റെ നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ഭാഗത്ത് രാത്രികാലങ്ങളിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കം സമര പരിപാടി സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം.